മാനേജർ മാഡം ഞങ്ങളോട് പറഞ്ഞു. ഞാൻ മാനേജർ മാഡം ചോദിച്ചു 10,000-ന് മുകളിലുള്ള പൈസ മാഡം ഞങ്ങൾക്ക് തരുമോ? ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മാനേജർ മാഡം ആയിക്കോട്ടെ അപ്പൊ നോക്കാന്നാണ് അല്ലേ. കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസമൊക്കെ ഞങ്ങളെ ലെഗിൽ നിന്ന് മാത്രം 44,000 രൂപ മേടിച്ചിട്ടുണ്ട് മാനേജർ മാഡം. നിങ്ങളൊക്കെ ആ പോസ്റ്റ് കണ്ടതല്ലേ? 44,000 രൂപ. അന്ന് ഞങ്ങള് എത്ര മാസം മുമ്പാണത് 44,000 മേടിച്ചത്. ഇന്ന് അവരുടെ വരുമാനം എത്ര? എവിടുന്ന് കിട്ടി? സാധാരണ ഒരു വീട്ടമ്മക്ക് വീട്ടിൽ ഒരുങ്ങിരുന്ന ഒരു ഷോപ്പിൽ നിന്ന് 10,000 രൂപയല്ലേ കിട്ടുള്ളൂ. എത്ര രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഷോപ്പിൽ നിൽക്കണ്ടേ? 10,000 കിട്ടണം. അതുകൊണ്ട് എന്താവനാ ഇന്നത്തെ കാലത്ത്? ഇന്ന് ഒരു സാധാരണ വീട്ടമ്മക്ക് 40,000 50,000 മേടിക്കുക. ഇന്ന് വേറൊരാളുണ്ട്. നാളെ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? വരുമാനങ്ങളാണ് വരിക. ചെയ്തവർക്ക് വരുമാനം, ചെയ്യാത്തവർക്ക് വരുമാനം ഉണ്ടാവില്ല. അതിന് ടെൻഷൻ എടുക്കാതെ വീണ്ടും കിട്ടുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയണേ, നിങ്ങൾ പഠിക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, പിന്നെ പ്ലാനിനെ കുറിച്ച് പഠിക്കുക. നമ്മളെ ഒരു ഐക്യത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ DHCP പ്രോഗ്രാമിലും വിജയിപ്പിക്കുക. ഒരു DHCP എല്ലാ DHCPയും നമ്മളതാണ്. ഒരു കമ്പനി അല്ല. തിരൂരില് അനീഷ് ചമ്പ്രൻ്റെതല്ല, അത് നമ്മളെ DHCP ആണ്. വളാഞ്ചേരി സെലീന മാഡത്തിൻ്റെതല്ല, നമ്മളതാണ്. മേലാറ്റൂരിൽ ആയിഷ മാഡത്തിൻ്റെതല്ല, നമ്മളെ DHCP ആണ്. നമ്മളാണ് അതിന്റെ ഓണർമാര്. നമ്മളെ പവറാണ്. കാരണം ഒരു ഐഡിയ നമ്മളടിച്ചാൽ എല്ലാം നമ്മളതാണ്. അവിടെ നമ്മളെ ടീം വന്ന നമ്മൾക്കാണ് വെച്ചം. അതുകൊണ്ട് എന്നെ ബാക്കി കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക, ഒരിക്കലും ബാക്കോട്ട് പോവാതിരിക്കുക. നമുക്ക് ഒത്തൊരുമിച്ച് എല്ലാവരും കീഴടക്കാനുണ്ട്. നമുക്ക് നമ്മളെ ലീഡേഴ്സുകൾ ഇന്ന് ലീഡേഴ്സായ ഇന്ന്